ഇ.പി. ജയരാജനും പി.കെ. ശ്രീമതിക്കും പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബന്ധുവിനു കൂടി അനധികൃത നിയമനം ലഭിച്ചുവെന്ന തെളിവുകൾ പുറത്തുവന്നതോടെ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് സിപിഎം. സർക്കാരിന്റെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കുകയും പാർട്ടിയിലെ കീഴ്ഘടകങ്ങളിൽ ഉൾപ്പെടെ അതൃപ്തിക്ക് ഇടയാക്കുകയും ചെയ്ത വിഷയം എങ്ങനെ പരിഹരിക്കുമെന്നറിയാതെ കുഴങ്ങുകയാണ് പാർട്ടി നേതൃത്വം. മുഖ്യമന്ത്രിയടക്കം 4ഓളം മന്ത്രിമാരുടെയും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമിതി അംഗങ്ങളുടെയും മക്കൾക്കും ബന്ധുക്കൾക്കും വിവിധ തസ്തികകളിൽ നിയമനം ലഭിച്ചിട്ടും പി.കെ. ശ്രീമതിയുടെ മകന്റെ നിയമനം മാത്രമാണ് റദ്ദാക്കിയിട്ടുള്ളത്. മറ്റ് നിയമനങ്ങൾ റദ്ദാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, കൃത്യമായ വിശദീകരണം നൽകാൻ പോലും പാർട്ടിക്കോ മുഖ്യമന്ത്രിക്കോ ആകുന്നില്ല. നിയമന വിവാദത്തിൽ ആദ്യം ഇ.പി. ജയരാജനെ തള്ളിയ മുഖ്യമന്ത്രി ഇന്നലെ പി.കെ. ശ്രീമതിക്കെതിരെ കൂടി പരസ്യമായി രംഗത്തെത്തിയതോടെ പാർട്ടിയിലെ ചേരിതിരിവ് കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. ഇ.പി.ക്കെതിരെ നടപടിയെടുത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന സാഹചര്യത്തിലാണ് നേതാക്കളുടെ അറിവോടെ തന്നെ മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളുടെ അനധികൃത നിയമന വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇത് അച്ചടക്ക നടപടിയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന സാധ്യതയെയും ഇല്ലാതാക്കി. അടുത്ത ആഴ്ച നിയമസഭാ സമ്മേളനം വീണ്ടും ആരംഭിക്കാനിരിക്കെ വിവാദം തണുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടി. പക്ഷേ ഇത് എങ്ങനെ സാധ്യമാകുമെന്നത് വലിയ വെല്ലുവിളിയാണ്. സ്വാശ്രയ പ്രവേശന പ്രശ്നത്തിന് പിന്നാലെ വിവാദ നിയമനങ്ങളും പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ അതിനെ എങ്ങനെ നേരിടാമെന്ന ആശങ്കയുമുണ്ട് സർക്കാരിനും ഇടതുമുന്നണിക്കും. ജയ്ഹിന്ദ് ന്യൂസ്, തിരുവനന്തപുരം.